ഹായ് ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ് ഹോം TVMൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടുന്നുണ്ട്, യൂട്യൂബിലൊക്കെ നമ്മുടെ ബേർഡ്സിന് വേണ്ടിയിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ. കഴിയുന്നത്ര ഞാൻ എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ ഇടുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ആരുടെയെങ്കിലും മെസ്സേജുകൾ വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, തിരക്കുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇത് നമ്മുടെ പാഷൻ്റെ ഭാഗമായിട്ട് മാത്രം വെച്ചേക്കുന്ന പ്രാവുകളാണ്. ഓക്കെ, നമ്മുടെ പ്രൊഫഷൻ വന്നിട്ട് നമ്മൾ ഫിറ്റ്നസ് ട്രെയിനറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജോലി തിരക്കും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് നമുക്ക് മെസ്സേജിന് റിപ്ലൈ ഇടാൻ പറ്റാത്തത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ ത്രൂ ഈ പറയണക്ക് വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിലോ മെസ്സേജ് ഇടുക. ഓക്കെ, ഞാൻ എൻ്റെ ഈ സ്ക്രീനിൽ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുത്തേക്കാം. കാരണം മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമ്പോഴത്തേക്കേ കണ്ടിന്യൂസ് ഇങ്ങനെ മെസ്സേജ് പറഞ്ഞുകൊണ്ട് താഴോട്ടുള്ള മെസ്സേജൊക്കെ ഒന്നിനും അങ്ങോട്ട് റിപ്ലൈ കൊടുത്തെത്തണം. കാരണം അത്രമാത്രം ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യുന്നുണ്ട് മെസ്സേജിന് റിപ്ലൈ ചെയ്താണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് റീസൺ. ഓക്കെ, നിലവിൽ നമ്മളിൽ ഓൾമോസ്റ്റ് കുറേ ബേർഡ്സ് സെയിലായിട്ടുണ്ട്. കേരളത്തിന് പുറത്തും കേരളത്തിലുമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നമ്മളെ ബേർഡ്സ് സെയിലായിട്ടുണ്ട്. ഇനിയും കുറച്ച് ബേർഡ്സുകളെ കൊടുക്കാനുള്ളൂ. ഓക്കെ, അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആദ്യം വിളിക്കുന്നവർക്ക് നമ്മൾ ബേർഡ്സിനെ സെയിൽ ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറയാം. നമ്മളിൽ ഉള്ളതെല്ലാം വന്നിട്ട് ഹൈ ഫ്ലയേഴ്സാണ് കേട്ടോ, പറവപ്രാവുകളല്ല. ഇതെല്ലാം വന്നിട്ട് നോർത്തേൺ ഹൈ ഫ്ലയേഴ്സാണ്. ഹൈ ഫ്ലയേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലുള്ള പറവപ്രാവുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമയം പറക്കുന്ന പ്രാവുകളാണ്. അതിനെ ടിപ്ലേഴ്സ് എന്നാണ് പറയണത്. ഇത് വന്നിട്ട് ഹൈ ഫ്ലയേഴ്സാണ്. ഓക്കെ, ഹൈ ഫ്ലയർ എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റ് വിട്ട് നമ്മുടെ നാടൻ പറവപ്രാവുകൾ പറക്കുന്നതിനെക്കാട്ടിൽ ഒരു പരിധി വിട്ട് നല്ല ഉയരത്തിൽ പറക്കാൻ കപ്പാസിറ്റി ഉള്ള ബേർഡ്സാണ്. അപ്പം ഇവർക്ക് അത്രയും പൊക്കത്തിൽ പറക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതും ഒരു ലിമിറ്റ് വിട്ട് എയറിൽ മുകളിലോട്ട് പോകാൻ ഓക്സിജൻ ലെവൽ കുറയും. അപ്പോൾ ഒരിക്കലും നമ്മുടെ പറവപ്രാവ് പറക്കുന്നതിൻ്റെ അത്രയും സമയം ഇവർക്ക് പറക്കാൻ പറ്റില്ല. എന്ന് കരുതി ഇത് പറക്കൂല എന്നല്ല, ഇത് അറൗണ്ട് നമുക്കിവിടെ റാംപൂരി ബേർഡ്സൊക്കെ ആവറേജ് വന്നിട്ട് ഒരു 9 hours 10 കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ വെതർ കണ്ടീഷനും അതുപോലെ തന്നെ പ്രാവിൻ്റെ ഒരു ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ പ്രാവുകളുടെ ഹൈ ഫ്ലയേഴ്സിൻ്റെ പറവ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു 9 മണിക്കൂർ, ഒരു 12 മണിക്കൂർ അതൊക്കെയാണ് മാക്സിമം കിട്ടുന്നത്. അത് ഈ സാരംഗ്പൂരിയിലാണെങ്കിലും ശരി, ഇപ്പോൾ ടെഡീസിലാണെങ്കിലും നമ്മുടെ ഈ പറയണക്ക് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണല്ലോ, കൂടുതലും മേഘം കയറിയ ഒരു ക്ലൈമറ്റ് ആണല്ലോ നമ്മുടെ കേരളത്തിലും അതുപോലെ സൗത്ത് ഇന്ത്യയിലോട്ടൊക്കെ വരുമ്പോൾ. പക്ഷേ നോർത്തിലോട്ട് പോകുമ്പോൾ നേരെ മറിച്ച് അത്രയും ക്ലൗഡി അല്ല. പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിലും അങ്ങനെയല്ല. അപ്പോൾ അവിടങ്ങളിലൊക്കെ ഉള്ള ബേർഡ്സ് വന്നിട്ട് ഒത്തിരി ഹൈറ്റ് കയറി നമുക്ക് കാണാൻ പറ്റും, പ്രാവ് മിസ്സാവാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു മൈനസ് ഈ ബേർഡ്സിനുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിൽ നിലവിലുള്ളത് സാരംഗ്പൂരി, കൽസ്ര ടൈപ്പ് ബേർഡും അതുപോലെ തന്നെ കലഞ്ച്, ഇങ്ങനെ സാരംഗ്പൂരി ഐറ്റംസാണ്. വളരെ കുറച്ച് ബേർഡ്സേ ഉള്ളൂ കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് നമ്മുടെ ഓൺ ബ്രീഡിങ് ബേർഡ്സുകളുണ്ട് വിത്തൗട്ട് സെയിലിനുള്ള സാധനങ്ങൾ. ഓക്കെ, ഇതൊന്നും നമുക്ക് സെയിലിനുള്ളതല്ല. ഇത് വന്നിട്ട് ഡബ്ബേവാല കമങ്കർ എന്ന് പറയുന്ന ഒരു ബേർഡാണ് കേട്ടോ. ഹൈ ഫ്ലയർ തന്നെയാണ്. ഇവരെല്ലാം ഹൈ ഫ്ലയർ കാറ്റഗറി വരുന്ന ബേർഡ്സാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തിലെ വീഡിയോസിലും ഒരുപാട് പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചു പ്രാവുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ കേട്ടോ. ഓക്കെ, ഉടനെ തന്നെ നമ്മൾ ഒരുപാട് പേര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും വിളിക്കുന്നുണ്ട്. അപ്പം ഉടനെ തന്നെ നമ്മൾ അടുത്ത കുഞ്ഞുങ്ങൾ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ബേർഡ്സിൻ്റെ. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഭയങ്കര മഴയാണല്ലോ. ഈ മഴക്കാലം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മാത്രമേ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യത്തുള്ളൂ. കാരണം നമ്മൾ എടുക്കുന്ന പ്രാവുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന പ്രാവുകൾ ഒരിക്കലും നമുക്ക് കംപ്ലൈൻറ്റ് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. പ്രാവുകളുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീവോമിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബ്രീഡ് ചെയ്യത്തുള്ളൂ. ഇനി ബ്രീഡ് ചെയ്ത് വളരുന്ന കുഞ്ഞുങ്ങൾ ഏകദേശം 1 കല്ല് 2 കല്ല് ആവുന്നവരെ നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ആയിരിക്കും നിൽക്കണം. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം വേണം. കാരണം ക്ലൈമറ്റ് ഭയങ്കര പ്രധാന ഘടകമാണ്. കാരണം മഴ വെയിൽ മാറി വരുന്നതുകൊണ്ട് പല അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടിയ ഒരു ക്ലൈമറ്റ് നമ്മുടെ ഈ സമയങ്ങളാണ്. അപ്പോൾ ഇതേ സമയങ്ങളിൽ നമ്മൾ പരമാവധി ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്യാറാണ് പതിവ്. നമ്മൾ വർഷത്തിലൊരു 2 വട്ടമാണ് കേട്ടോ ബ്രീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തിനി ഓഗസ്റ്റോടുകൂടി നമ്മുടെ ഈ ജൂൺ ജൂലൈ കാലങ്ങളിൽ മഴയെല്ലാം ഒന്ന് ഒതുങ്ങി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ 3 മാസങ്ങളിലായിരിക്കും നമ്മൾ പൊതുവെ ജോഡി ഇടുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയങ്ങളിൽ നമ്മളിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുഞ്ഞുങ്ങളുണ്ടാവും. കമങ്കറിൻ്റെ ഉണ്ടാവും, ടെഡീസ് ഉണ്ടാവും, അതുപോലെ തന്നെ സാരംഗ്പൂരിയുടെ 4 വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് നമ്മളിലുണ്ട്. 4 കളർ പാറ്റേൺസ്. ഓക്കെ, ആ 4 കളർ പാറ്റേണും ഒന്നിനൊന്നിൽ മെച്ചപ്പെട്ടത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ റാംപൂരീസിൻ്റെ ഉണ്ട്. ഒരുപാട് എൻക്വയറി വരുന്നത് നമ്മുടെ റാംപൂരീസിനാണ്. ഓക്കെ,
അപ്പം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ല ബേർഡ്സ്, നല്ല കുഞ്ഞുങ്ങളെ പറപ്പിക്കാനുള്ള ടൈപ്പ് ഹൈ ഫ്ലയർ കുഞ്ഞുങ്ങളെ വേണമെന്നുള്ളവർ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ ഹൈ ഫ്ലയർ മാത്രമേ നമ്മളിൽ ഇപ്പം നിലവിലുള്ളൂ, പറവപ്രാവുകളില്ല. ഓക്കെ, പക്ഷേ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ തിരുവനന്തപുരത്ത് ഒരുപാട് പേരിൽ കൂട്ടിൽ നല്ല കിടിലം പറവപ്രാവുകളുണ്ട്. ഓക്കെ, അത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഇന്നൊരു വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ പ്രാവിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ ചോദിച്ചാൽ മതി. എന്നെ കൊണ്ടാവുന്ന തരത്തിലുള്ള ഡൗട്ടുകളാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മറുപടി കമൻറ്റിലൂടെ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ, ശുഭദിനം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രാവ് സ്നേഹിക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, ബൈ. അപ്പം എല്ലാവർക്കും ശുഭദിനം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.